അവരുടെ പറച്ചില് രണ്ടും കൽപ്പിച്ചാണെന്ന് എനിക്ക് തോന്നി. കോളേജിൽ വെച്ച് എനിക്ക് പരിചയമുള്ള ഒരു അരുൺ ഭാസ്കരം സാംകുട്ടിയായിരുന്നില്ല അവർ. ആ സമയത്ത് കൊല്ലാനും ചാവാനും മടിയില്ലാത്ത പക്ക ക്രിമിനലിനെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്യുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരോട് ഇതുവരെ ഒന്നും പറയാത്തത്. എന്റെ കുഞ്ഞിനെ പോലെ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഇല്ല, തനിക്കിനി ആരെയും നഷ്ടപ്പെടുമെന്നുള്ള പേടി വേണ്ട. ഇനി ഒരിക്കലും അവൻ തന്നെ ഒന്നും പറഞ്ഞ് ഭയപ്പെടുത്തില്ല. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ വേണ്ട, അവരെന്ത് ചെയ്യാനും മടിക്കില്ല. അതിനവർക്ക് അവസരം ഉണ്ടായിട്ട് വേണ്ടേ? താൻ പേടിക്കണ്ട, അവരിനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. എന്ത് അബദ്ധമാണ് ഡോക്ടർ നിങ്ങൾ ഈ കാണിച്ചത്? ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുന്നത്? അതുപോട്ടെ, ഇങ്ങനെ ഒരു അറ്റാക്കിന് പിന്നിൽ ആ ക്രിമിനൽസ് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? ഇനി അതിനും എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ ആ കേസിൽ ഇൻവോൾവ് ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് മിസ്റ്റർ ജോബിനോ ജോബിന്റെ ഫാദറിലേക്കോ എന്നോടെങ്കിലും ഷെയർ ചെയ്യാമായിരുന്നില്ലേ? നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് പോലീസ് അന്വേഷിക്കുന്ന 2 ക്രിമിനൽസ് ആണ് രക്ഷപ്പെട്ടത്. അതിന്റെ ഗൗരവം എത്രയാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗൗരവം അറിയാഞ്ഞിട്ടില്ല സർ. ഞാൻ പറഞ്ഞല്ലോ, മുരളിയങ്ങൾ ഇങ്ങനൊരു സംശയം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെന്ന് മുരളിയങ്ങൾ പറഞ്ഞിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മാളുവിനോട് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അവൾ ഈ കാര്യം എന്നോട് തുറന്നു പറയുന്നത് തന്നെ. സാറെങ്കിലും ഇത് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ഞാനത് സാറിനോട് തുറന്നു പറയാന്ന് വെച്ചത്. ഇപ്പോഴെങ്കിലും അത് തോന്നിയത് നന്നായി ജോബിൻ. അപ്പം മാളുവിനെ നേരിട്ടെത്തി ഭയപ്പെടുത്തിയ സ്ഥിതിക്ക് അവന്മാർ ഈ സിറ്റിയിൽ തന്നെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കഴിയുന്നുണ്ടാവും. ഇനിയും ഒരുപക്ഷെ ഇതുപോലുള്ള ഭീഷണിയോ നിർബന്ധിക്കലോ ആയി അവർ വീണ്ടും മാളുവിനെ സമീപിച്ചെന്നിരിക്കും. അതാണ് സർ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. അവരുടെ ആ വരവും ഭീഷണിയും കൊണ്ട് എനിക്കും മാളുവിനും നഷ്ടമായത് ഞങ്ങളുടെ കുഞ്ഞ. ഇനി ഒരിക്കൽ കൂടി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടായാൽ മാളുവിനെ അത് മാനസികമായി ഉലച്ചു കളയുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നാമത്, ഇത്തരം കാര്യങ്ങളിൽ മാള് വളരെ സെൻസിറ്റീവാ. എനിക്കറിയാം ഡോക്ടർ, പക്ഷേ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യരുത് എന്നാണല്ലോ. ആ നിലപാടാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ കേസിൽ നിങ്ങളെ സഹായിക്കാൻ പോലീസിന് മാത്രമേ കഴിയൂ ജോബൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ടും നിങ്ങളത് പോലീസിനെ അറിയിക്കാൻ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ, അത് മറ്റൊന്നും കൊണ്ടല്ല. ഇങ്ങനൊരു കേസിൽ മാളു ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ബേസിക്കലി മുരളിയങ്ങളിന് ഇഷ്ടമാവില്ല. മുരളിയങ്ങളുടെ മാത്രമല്ല, കേസിന്റെ നൂലാമാലകളിൽ തലവെച്ച് കൊടുക്കാൻ തൽക്കാലം എനിക്കും താല്പര്യമില്ല സർ. നോ, നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ മാത്രമേ സഹായിക്കൂ. കേസിന്റെ നൂലാമാലകളെ ഭയന്ന് ഇത്തരം ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിട്ട ഇനിയും എൻ്റെ പെങ്ങളെ പോലുള്ളവരാവും തെരുവിൽ ശിക്ഷിക്കപ്പെടുക. ഡോക്ടർക്കറിയോ, അന്നത്തെ ആ സംഭവം ഉണ്ടാക്കിയ ട്രോമയിൽ നിന്നും എൻ്റെ സിസ്റ്റർ ഇതുവരെ കരകയറിയിട്ടില്ല. അവളുടെ ആ അവസ്ഥയ്ക്ക് കാരണക്കാരായവർ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരു സഹോദരൻ എന്ന നിലയിലും നീതിബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിലും എൻ്റെ ആഗ്രഹമാണ്, ആവശ്യമാണ്. അപ്പോ നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ മടിച്ചും ഭയന്നും നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ സർ, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാ വ്യക്തിപരമായി ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസിനെയാ ഞങ്ങൾക്ക് ഭയം. എന്ത് കോൺസിക്വൻസ്? കൂടിപ്പോയ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കണമായിരിക്കും. അതുമല്ലെങ്കിൽ കോടതി മുറിയിൽ സാക്ഷി പറയേണ്ടി വരും. ഇതൊന്നും മാനം പോകുന്ന പ്രശ്നമല്ലല്ലോ ഡോക്ടർ. മാളുവിൻ്റെ അച്ഛൻ്റെ കാര്യം വിട്ടേക്ക്. ഡോക്ടർ കുറച്ചുകൂടെ ചെറുപ്പമല്ലേ. സ്വന്തം ലൈഫിനോടും സൊസൈറ്റിയോടും കുറച്ചൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ആവാം. അറിയാം സർ. സാർ ഈ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ഇതുവരെ കാത്തു നിന്നത് മാളുവിൻ്റെ അച്ഛൻ്റെ ഒരു കൺസെന്റിന് വേണ്ടിയാ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ, അവന്മാർക്ക് തക്ക ശിക്ഷ കിട്ടിയാലേ മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്നും മാളുവിനൊരു തിരിച്ചുവരവുണ്ടാവും. ഇനി എന്ത് വേണമെന്ന്
സാറിന് തീരുമാനിക്കാം. ഒറ്റ കാര്യമുള്ളൂ സർ, മാളൂന് ഇനി ഒരിക്കലും അവരെ ഭയന്ന് ജീവിക്കേണ്ടി വരരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം ഡോക്ടർ. ഇപ്പൊ തന്നെ അവർ സ്റ്റേറ്റ് വിട്ടു പോയിട്ടുണ്ടാവും എന്ന നിഗമനത്തിലാണ് കേസ് അന്വേഷിക്കുന്ന സംഘം. പക്ഷെ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അവർ ഈ സിറ്റി തന്നെ ഉണ്ടാവും. ഇനിയും മാളുവിനോ എൻ്റെ സിസ്റ്ററിനോ അതുപോലുള്ള നിരപരാധികൾക്ക് നേരെയോ ഒരു ആക്രമണം ഉണ്ടാവുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇങ്ങനൊരു സംഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് മാളു ന്യായമായും സംശയിക്കുകയും ഭയക്കുകയും ചെയ്യുന്നുണ്ട് സർ. ഞാൻ ഉറപ്പ് പറഞ്ഞല്ലോ, ഇനി അങ്ങനെ ഉണ്ടാകാതെ നോക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് തന്നെയാവും നമ്മൾ കേസുമായി മുന്നോട്ട് പോകുന്നത്. ജോബിനൊരു കാര്യം ചെയ്യും, ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന CI ബിജു പരമേശ്വരൻ്റെ നമ്പർ തരാം. മാളുവിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ട് സംഭവിച്ച കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യണം. എന്താ, തനിച്ച് പോകാൻ ഡോക്ടർക്ക് വിഷമമുണ്ടോ? എങ്കിൽ പറ, ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വരാം. സാർ, എനിക്ക് മാളുമായിട്ട് ഈ കാര്യം ഒന്ന് ആലോചിക്കണം. ഒപ്പം അവളുടെ കൂടി തീരുമാനം അറിഞ്ഞിട്ട് എനിക്കൊരു ഫൈനൽ ഡിസിഷനിൽ എത്താൻ പറ്റൂ. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഇത്തരം നിസ്സംഗതകൾ ഭാവിയിൽ വലിയ കുഴപ്പത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ശരി. മാളുമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്ന് ജോബിനൊരു തീരുമാനം എടുക്കുക. ഞാൻ എന്തായാലും സിയോട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ബിജു നിങ്ങളോട് വിശദീകരിക്കും. ഡോണ്ട് വറി മാൻ. നിങ്ങൾ ഭയക്കുന്നത് പോലെ നിങ്ങൾക്കോ മാളുവിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഉറപ്പ് പോരെ? ശരി, എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? ഓക്കെ സർ. എന്താ ആന്റി, അമ്പിമാമന് പിന്നെ കോണ്ടാക്ട് ചെയ്തോ? എന്താ ആന്റി, എന്തു പറ്റി? അപ്പനെ കുറിച്ച് പിന്നെ വിവരമൊന്നും അറിഞ്ഞില്ലേ? മോളെ, അപ്പൂനെയും കൊണ്ട് അമ്പിമാമൻ ഈ സിറ്റിയിൽ തന്നെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. അപ്പു ഇപ്പൊ അവിടെയാ ഉള്ളത്. അപ്പോ അപ്പന്റെ സഹായത്തിന് ഇവിടെ ആരാ? അതും അമ്പിമാമനായിട്ട് ഏർപ്പാട് ചെയ്ത ഒരു നേഴ്സുണ്ട്. അവരൊരു സന്നദ്ധ പ്രവർത്തകയാ. ആന്റിയോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? അമ്പിമാമൻ തന്നെയാണോ? അതെ, അമ്പിമാമൻ അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞില്ല. അവളുടെ കാര്യത്തിൽ വിഷമിക്കണ്ട, സേഫാണെന്നാ പറഞ്ഞത്. പക്ഷെ മാളു, അവരെവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്. ആരാ ആന്റി അത്? നന്ദൻ സാറാണോ? അതെ, നന്ദൻ അവിടെ പോയിരുന്നു. എന്നിട്ട് അപ്പനെ കണ്ടോ? അപ്പുവിനെ കണ്ടു, അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ നന്ദൻ ചെന്നതൊന്നും അപ്പുവിന് തീരെ ഇഷ്ടമായിട്ടില്ല. തുടർ ട്രീറ്റ്മെന്റിന് വേണ്ടി അപ്പു ഇവിടെ വിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലെന്നാണ് നന്ദൻ പറഞ്ഞത്. ആന്റി, പോകുന്നതിന് മുൻപ് എനിക്ക് അപ്പുവിനെ ഒന്ന് കാണണം. എനിക്ക് കണ്ടേ പറ്റൂ. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കും അപ്പുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അപ്പു അത് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാനായിട്ട് അതിന് ശ്രമിച്ച് വെറുതെ രണ്ടു കൂട്ടർക്ക് വിഷമാവണ്ടല്ലോ. പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെ ആവില്ല. നിന്നെ കാണണമെന്ന് അപ്പുവിനും ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നന്ദൻ കൊണ്ടുപോകും മോളെ അപ്പുവിൻ്റെ അടുത്തേക്ക്. ഞാൻ നന്ദനെ വിളിച്ച് പറയാം. എന്നാണെന്ന് വെച്ചാൽ സൗകര്യമുള്ള ദിവസം നന്ദൻ തീരുമാനിക്കട്ടെ. എന്താ? അത് മതി ആന്റി. ശരി ആന്റി. ആ അങ്കിൾ, അങ്കിൾ എന്താ ഇവിടെ? ഞാൻ മോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് മോളോടൊപ്പം സംസാരിക്കാനുണ്ട്. എന്താ അങ്കിൾ? മോള് വിചാരിക്കുന്ന പോലെ അപ്പുവിൻ്റെ കാര്യം തന്നെയാണ്. അപ്പു എവിടെയുണ്ടെന്ന് ഗീതയ്ക്ക് വ്യക്തമായി അറിയാമെന്ന് എനിക്ക് മനസ്സിലായി മോളും. അതെന്നോട് തുറന്നു പറയുന്നതിൽ നിന്ന്
ഗീതയെ വിലക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ അപ്പുവിനോട് സ്വീകരിച്ച നിലപാട് കൊണ്ടായിരിക്കാം അവളെക്കുറിച്ച് എന്നോട് തുറന്നു പറയാൻ ഗീത ഭയക്കുന്നത്. പക്ഷേ അതൊന്നും ഇപ്പം എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല മോളെ. നിനക്കും അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാതിരിക്കുമല്ലോ മാളു. അതുകൊണ്ട് ചോദിക്കുക, ഈ വിഷയത്തിൽ ഞാൻ അപ്പുവിന് ശരിക്കും ഒരു റിബല് തന്നെയായിരുന്നു അല്ലേ മോളെ? മടിക്കണ്ട, തുറന്നു പറ. അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ല മാളു? അതെ അങ്കിൾ. അപ്പുവിന്റെ ഈ മാറ്റം ഒരിക്കലും ഉൾക്കൊള്ളാനോ അവളുടെ താല്പര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാനോ അങ്കിൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിന്റെ പേരില് വലിയ വഴക്കുകളൊക്കെ ഇവിടെ നടന്നത്. തുറന്നു പറയുന്നതിൽ അങ്കിളിനിപ്പോ വിഷമം തോന്നുന്നുണ്ടാവും. ഒരിക്കല് അങ്കിള് അപ്പന് വിഷം കൊടുത്ത് കൊല്ലാൻ വരെ. അപ്പു ആദ്യം ഈ വീട് വിട്ട് ഇറങ്ങുന്നത് അന്ന്. പിന്നീട് അപ്പു കുറച്ചുകാലം ഡെയ്സി ആന്റിയുടെ കൂടെ ആയിരുന്നു. എപ്പോഴൊക്കെ അപ്പു ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ പ്രശ്നങ്ങളായിരുന്നു. അങ്കിളും അപ്പുവും ജന്മശത്രുക്കളെ പോലെ ആയിരുന്നു. എനിക്കതൊന്നും ഓർമ്മയിൽ പോലും ഇല്ല മാളു. പോട്ടെ അങ്കിൾ, ഇനി ഇതൊക്കെ ഓർത്തെടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. പ്രയോജനമൊന്നുമില്ല എങ്കിലും എന്തുകൊണ്ടാവും ഞാനന്ന് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ആലോചിച്ചു പോവുക. ഒരുപക്ഷെ അച്ഛനെന്ന നിലയിൽ എന്നിലുള്ള സ്വാർത്ഥതയാവും എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. ആ, കഴിഞ്ഞത് കഴിഞ്ഞു മാളോ. ഞാനിപ്പോൾ എല്ലാ അർത്ഥത്തിലും പുതിയൊരു മനുഷ്യനായി മോളെ. പറഞ്ഞാ നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൂന് അവളുടെ എല്ലാ ഇഷ്ടങ്ങളോടും കൂടി ആവശ്യങ്ങളും ആഗ്രഹങ്ങളോടും കൂടി സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ഒരു അച്ഛനാണ് ഞാനിന്ന്. എന്താ കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല നിനക്ക്? സത്യമാണ് മോളെ. അവളുടെ എല്ലാ ഇഷ്ടങ്ങളോടും കൂടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൂനെ പോലെയാ നീ എനിക്ക്. ദാ നിന്റെ തലയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യുന്നു, അപ്പൂന് അവൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ ഒരച്ഛനെന്ന നിലയിൽ ഒരു എതിർപ്പും എനിക്കില്ല. അങ്കിൾ ഈ തീരുമാനം കുറച്ചുകൂടി മുന്നേ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. പോട്ടെ, ഇനിയിപ്പോൾ അതോർത്ത് നിരാശപ്പെട്ടിട്ടും സങ്കടപ്പെട്ടിട്ടും എന്ത് കാര്യം? ഇപ്പോഴെങ്കിലും അങ്കിളുടെ മനസ്സ് മാറിയല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ മോളെ, ഇതൊന്നും ഞാൻ എത്ര പറഞ്ഞാലും നിന്റെ ഗീതാന്റിക്ക് വിശ്വാസമാവില്ല. അല്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അതാവും ഗീതയ്ക്ക് എന്നെ ഇപ്പോഴും സംശയം. പക്ഷെ മോളെ, എനിക്ക് അപ്പൂനൊന്ന് കാണണം. എന്നിട്ട് അവളോട് നേരിട്ട് സോറി പറയണം എനിക്ക്. മാളു എന്നെ അതിനൊന്ന് സഹായിക്കണം. ഞാനോ? ഞാനെങ്ങനെ അങ്കിളെ സഹായിക്കുന്നേ? എനിക്ക് അപ്പൂനൊന്ന് കാണണം മോളെ. അവള് സേഫായിട്ട് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. അതിന് അപ്പു എവിടെയെന്ന് എനിക്ക് അറിയില്ല അങ്കിൾ. അത് വെറുതെ. അപ്പു എവിടെയാ ഉള്ളതെന്ന് മോൾക്ക് അറിയാമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പ്ലീസ് മോളെ, ഒരേ ഒരു പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ണിറയെ കണ്ടോട്ടെ. അവളോടൊരു സോറി പറയണം എനിക്ക്. അതിന് മാളു, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഇതിൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. അങ്കിള് വിഷമിക്കണ്ട, അപ്പുനെ കാണാൻ നമുക്ക് ഉടനെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും. അപ്പോ മോൾക്ക് അറിയാം അപ്പു എവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ മാർഗം ഉണ്ടാക്കാന്ന് പറഞ്ഞത്, ശരിയല്ലേ? സത്യമായിട്ടും അറിയില്ല അങ്കിൾ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം അറിയിക്കാം. എന്താ പോരെ? മതി മോൾ, എനിക്ക് വിശ്വാസ. ശരി അങ്കിൾ. മാളു, പോയിട്ടെന്തേ? ഗീതയെ കണ്ടോ? കണ്ടച്ച.
ഗീതേച്ചി എന്താ പറഞ്ഞത്? അപ്പു എവിടെയുണ്ടെന്ന് ചേച്ചിക്ക് അറിയാവോ? അറിയാം. എവിടെയാ അപ്പു ഉള്ളത്? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണോ? അതൊന്നും ആന്റിക്കും കൃത്യമായിട്ട് അറിയില്ല. അഡ്വക്കേറ്റ് നന്ദകുമാറിനാ അപ്പു എവിടെയുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയുന്നത്. എന്നിട്ട് നീ നന്ദിനെ കോണ്ടാക്ട് ചെയ്തോ? ഇല്ല, ആന്റി തന്നെ വിളിച്ചു പറഞ്ഞു. എന്നെ അപ്പുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് നന്ദകുമാർ സാറ് സമ്മതിച്ചിട്ടുണ്ട്. മോളെ, ഇത്രയും സാഹസപ്പെട്ട് ഇപ്പൊ തന്നെ നിനക്ക് പോയി അപ്പുവിനെ കാണണോ? അത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയാതെ? അതെവിടെയാണെന്ന് നന്ദകുമാർ സാറിന് അറിയാലോ, പിന്നെന്താ എനിക്ക് പോയാല്? അതല്ല മാളു, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ് പോയാ പോരെ? അല്ല മോളെ, പ്രോപ്പറായിട്ട് ഒരു വിവരവും ഇല്ലാതെ നമ്മൾ എവിടേക്കാണെന്ന് വിചാരിച്ചാ പോകുന്നത്? അതിനെന്തിനാ ഭയക്കുന്നത്? ഞാൻ പോകുന്ന നന്ദകുമാർ സാറിനൊപ്പല്ലേ. സാർ എന്നെ സുരക്ഷിതമായി അപ്പുവിന്റെ അടുത്ത് എത്തിക്കും. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, അച്ഛനോട് വരാൻ നിന്റെ കൂടെ. ആ, അത് ശരിയാ മോളെ. അച്ഛനും കൂടെ ഒപ്പം പോന്നാ അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. എല്ലാവരും കൂടി ചെല്ലുന്നത് അപ്പുവിന് ഇഷ്ടപ്പെടില്ല. ഞാൻ ചെല്ലുന്നത് പോലും അപ്പു ഏത് രീതിയിൽ എടുക്കുന്ന എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പുവിനോട് പറയാതെ ഞാൻ അവിടേക്ക് പോകുന്നത്. എന്ന് പോകാന്നാ നന്ദൻ പറയുന്നത്? കഴിയുന്നത് നേരത്തെ. മിക്കവാറും നാളെ തന്നെ ഞങ്ങൾ പോയേക്കും. ഇതെന്തു ഭാവിച്ചാ നിങ്ങൾ രണ്ടുപേരും ഇതിനൊക്കെ സമ്മതിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മുരളി. വല്ലവരുടെയും കൂടെ എവിടേക്കാണെന്ന് പോലും അറിയാതെ എന്തിനാ നമ്മുടെ കൊച്ചിനെ പറഞ്ഞു വിടുന്നത്? അതൊന്നും സാരമില്ല അമ്മേ. നന്ദന്റെ ഒപ്പമല്ലേ അവള് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. എന്റെ അശ്വതി, നീ ഇതെന്തറിഞ്ഞിട്ടാ? പേടിക്കാനൊന്നും ഇല്ല പോലും. അതെ, ആ തലതെറിച്ച പയ്യന്മാരെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവന്മാര് വൈരാഗ്യം മനസ്സിൽ വെച്ച് പതിയിരുന്ന് മാളുവിനെ ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? പോരാത്തതിനിപ്പോ ആ വക്കീൽ അവരുടെ നോട്ടപ്പുള്ളിയല്ലേ? ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ. വേണ്ടുന്ന മുൻകരുതൽ എടുത്തിട്ടേ നന്ദ മാളുവിനെ അവിടേക്ക് കൊണ്ടുപോകൂ. ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി അപ്പൂനെ കണ്ടിട്ട് ഇവക്ക് എന്ത് മഹാകാര്യം സാധിക്കാനാണാവോ? ഞാനൊന്നും പറയുന്നില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. നന്ദേട്ടൻ കിടക്കുന്നില്ലേ? ആ, കിടക്കാം. ആതിര കിടന്നോ? കിടന്നു. അപ്പുവിന്റെ കാര്യം അറിഞ്ഞപ്പോ ആൾക്ക് പഴയ സന്തോഷം പ്രസരിപ്പും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എങ്കിലും അപ്പു നേരിട്ട് വിളിച്ചില്ല എന്നൊരു പരാതിയുണ്ട് കേട്ടോ. ആ പരാതിയൊക്കെ അപ്പുവിന്റെ ഒരു വിളി വരുമ്പോഴേക്കും താനെ അങ്ങ് മാറിക്കോളും. നാളെ മറ്റേ കുട്ടിയോടൊപ്പം അപ്പുവിനെ കാണാൻ തീരുമാനിച്ചോ നന്ദേട്ടൻ? മാളു അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ, അതും ഗീതാ മാഡത്തിന്റെ അറിവോടെ, പിന്നെ നമ്മളായിട്ടത് ഡിനേ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നാളെ ചെല്ലുന്ന കാര്യം അപ്പുവിനെയോ അംബുജാക്ഷൻ സാറിനെ വിളിച്ചറിയിച്ചോ? ഇല്ല, അറിയിച്ച അപ്പു ചിലപ്പോ വേണ്ടാന്ന് പറഞ്ഞാലോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. അപ്പുവിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അങ്ങനൊരു യാത്രയുടെ ആവശ്യമുണ്ടോ? ഒടുവിൽ അപ്പുവിന് നന്ദേട്ടനോട് എന്തെങ്കിലും പരിഭവം തോന്നിയാലോ? മാളു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ടായിരിക്കുമല്ലോ അപ്പുവിനെ കാണണമെന്ന് ഗീതാ മാഡത്തോട് ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ നേരിൽ കാണുമ്പോൾ അപ്പുവിനത് മനസ്സിലാക്കാൻ പറ്റിയേക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ. നാളെ അപ്പുവിനെ കാണാൻ നന്ദേട്ടൻ വീണ്ടും പോകുന്ന കാര്യം ആതിരയോട് പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞാൽ ചിലപ്പോ അവളും കൂടെ വരണമെന്ന് വാശി പിടിച്ചാലോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോ അപ്പു അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാ ഞാൻ ആതിരയോട് അതേക്കുറിച്ചൊന്നും പറയാതിരുന്നേ. നിളയും നാളത്തെ ഈ യാത്രയെക്കുറിച്ച് അവളോടൊന്നും സൂചിപ്പിക്കണ്ട കേട്ടോ. നന്ദേട്ടൻ പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് പറയാനും പോകുന്നില്ല. അത് മാത്രമല്ല, മാളു ഇത്ര നിർബന്ധപൂർവം അപ്പുവിനെ കാണണമെന്ന് വാശി പിടിക്കുകയാണെന്ന് അറിഞ്ഞ ഒരുപക്ഷെ ആതിരയ്ക്ക് അത് വിഷമാവുകയും ചെയ്യും. എനിക്കെന്തോ ആ കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതിന്റെ കാരണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഇന്റൻസിറ്റി ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. ഒരുമിച്ച് ഒരേ ദിവസം ജനിച്ച 2 പെൺകുട്ടികൾ മാത്രമായിരുന്നില്ല അവർ. ഒരു മനസ്സും 2 ശരീരവുമായി നടന്ന സുഹൃത്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇവരുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായൊരു പ്രയോഗമാണ്. ടിൻസ് എന്നൊക്കെ പറയുന്ന പോലെ അത്ര ശക്തമായൊരു ബോണ്ടേജ് ആയിരുന്നു ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്. ചില ടിൻസിന്റെ കാര്യത്തിൽ നമ്മൾ കാണാറുള്ളത് പോലെ ഊണിലും ഉറക്കത്തിലും
പിരിയാത്തൊരു ബോണ്ടേജ് ഉണ്ടല്ലോ. ശരിക്കും അപ്പുവിൻ്റെയും മാളുവിൻ്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അവർ തമ്മിൽ അകലേണ്ടി വന്നെങ്കിലും ഇപ്പോഴും അവരുടെ മനസ്സിന് ഒരേ വൈബാണുള്ളത്. അതുകൊണ്ടാണല്ലോ ഇത്ര പ്രതിസന്ധി ഘട്ടത്തിലും മാളുവിന് അപ്പുവിനെ കാണണമെന്ന് തോന്നിയത്, അതിനുവേണ്ടി ശ്രമിക്കുന്നത്. ഏത് കാര്യത്തിലും ദോഷഫലം മാത്രം ചിന്തിക്കുന്നു എന്ന് കരുതില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. മാളുവിന്റെ ഈ സന്ദർശനം ഇപ്പോഴത്തെ അപ്പുവിന്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് നന്ദേട്ടന് തോന്നുന്നുണ്ടോ? മാളു ഒരു കുടുംബിനിയാ. അതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്നത് പോലൊരു തീവ്രത അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഇപ്പൊ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വീണ്ടും അങ്ങനെ ഒരു അടുപ്പം നമ്മളായിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ അത് അപ്പുവിന്റെയും ആതിരയുടെയും ബന്ധത്തെ ചിലപ്പോ വിപരീതമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കാട് കയറി ചിന്തിക്കേണ്ടെന്നല്ല, ഇത് മാളുവിൻ്റെ ഒരു ആഗ്രഹം, അങ്ങനെ മാത്രം കരുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നല്ലത്. ഞാൻ എൻ്റെ മനസ്സിന്റെ ആശങ്ക കൊണ്ടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ.